ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പ്രവാസി ക്ഷേമനിധി ഓൺലൈനായിട്ട് എങ്ങനെയാണ് അടയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അക്ഷയ കേന്ദ്രത്തിലോ ഓൺലൈൻ സേവന കേന്ദ്രത്തിലോ ഒന്നും പോകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ക്ഷേമനിധി അടയ്ക്കാൻ സാധിക്കും. കേരള പ്രവാസി ക്ഷേമനിധിയിൽ എങ്ങനെയാണ് അംഗത്വം എടുക്കുക, അതുപോലെ കാർഡ് എങ്ങനെയാണ് ഓൺലൈനിൽ നിന്നും പ്രിൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് കേരള പ്രവാസി പേയ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഒരുപാട് ലിങ്കുകൾ കാണാം. അതിൽ ഏറ്റവും ആദ്യം കാണുന്ന കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിതുപോലെ പുതിയൊരു പേജ് ഓപ്പണായി വരും. ഇവിടെ മെമ്പർഷിപ്പ് നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മെമ്പർഷിപ്പ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഭാഗത്ത് ഡേറ്റ്, മന്ത്, ഇയർ ക്രമത്തിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ക്യാപ്ച കോഡ് എന്നുള്ള ഒരു ബോക്സ് കാണാം. അതിന് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് അതിലെന്താണോ കാണുന്നത് അത് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെയുള്ള ഷോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടച്ചിരിക്കുന്ന ഡീറ്റെയിൽസ്, അതുപോലെ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. അതിൽ എത്ര എമൗണ്ടാണ് നമുക്കിനി പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. 1750 രൂപയാണ് എനിക്ക് അടയ്ക്കാനുള്ളത്. അതിൽ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കേണ്ട തുക അവിടെ കാണാം. ഇനി പെനാൽറ്റിയാണ് അടയ്ക്കേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രിപ്ഷനും പെനാൽറ്റിയും കൂടി അടയ്ക്കണമെങ്കിൽ അത് രണ്ടും കൂടിയുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് അടയ്ക്കാനുള്ളത്. അതിനായിട്ട് അത് സെലക്ട് ചെയ്ത് താഴെയുള്ള പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെയായിട്ട് നിങ്ങളുടെ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിലൂടെയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് UPIയിലൂടെ പേയ്മെൻറ്റ് ചെയ്യുന്നതാണ്. അതിനായിട്ട് UPI എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ UPI നമ്പർ അല്ലെങ്കിൽ UPI ID എന്നുള്ള ആ ഒരു ബോക്സ് കാണാം. അതിൽ നിങ്ങളുടെ UPI നമ്പറോ UPI IDയോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പറാണ് UPI ID ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് ടൈപ്പ് ചെയ്തു. അതിനുശേഷം താഴെയുള്ള മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന UPI ആപ്പിലേക്ക് റീഡയറക്റ്റ് ആകും. ഞാനിവിടെ ഗൂഗിൾ പേ ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ആപ്പ് ഏതാണോ അത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടിയിട്ട് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിയും. ഞാനിവിടെ നമ്മുടെ ഗൂഗിൾ പേ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങളുടെ ക്ഷേമനിധി ഓൺലൈനായിട്ട് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. കേരള പ്രവാസി ക്ഷേമനിധിയിൽ എങ്ങനെയാണ് അംഗത്വം എടുക്കുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേമനിധി കാർഡ് എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോയും നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.